ഹായ് ഫ്രണ്ട്സ്, ആദീസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ കട ഇനോഗ്രേഷനായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അവിടേക്ക് ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്നൊന്ന് കണ്ടേ. നമ്മുടെ ദേവൻ സാറുണ്ട്, പിന്നെ കൈലാഷ് ഉണ്ട്, അങ്ങനെ നമ്മുടെ സിനിമ നടന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. വളരെ സന്തോഷമായിരുന്നു. ഒരു പെയിൻറ് കടയായിരുന്നു. കേരള പെയിൻറ്റ്സ് എന്ന നല്ല ഒരു ഷോപ്പായിരുന്നു അവളുടെ. നല്ല നല്ല ചണ്ടനങ്ങളൊക്കെ ആയിരുന്നു. കേട്ടുകൊണ്ടേയിരിക്കാൻ തോന്നി. നല്ല രസമായിരുന്നു. നമ്മളെ വിളിച്ചതായിരുന്നു അവളുടെ അച്ഛൻ വിളിച്ചിരുന്നു. പിന്നെ വിളിച്ചിരുന്നു രാജി എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ ഇനാഗ്രേഷൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പെയിൻറ്റ്സാണ്. കേരള പെയിൻറ്റ്സ് എന്നിരുന്ന നല്ലൊരു സ്ഥാപനമായിരുന്നു. കുഴപ്പമില്ല. എന്തായാലും ആദീസ് വ്ളോഗ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതിൻ്റെ ഇനോഗ്രേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജഗോപാൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സിനിമയുമായി ബന്ധപ്പെട്ടാണ് എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ അദ്ദേഹം കഥ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇനോഗ്രേഷൻ നടന്ന് അങ്ങനെ കുറേ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് വേറൊരു സ്ഥലം വരെ പോകാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് അവൾ വിളിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ടൊന്ന് അറ്റൻഡ് ചെയ്തു മാത്രം. അങ്ങനെ നല്ല വൈബായിരുന്നു അവിടുത്തെ ഇനോഗ്രേഷനൊക്കെ. അങ്ങനെ എനിക്ക് വളരെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പം നമ്മൾ അങ്ങനെ പോകാനൊക്കെ സാധിച്ചു. പാട്ട് പാടാൻ പറയായിരുന്നു. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ. ഇടയ്ക്ക് നിങ്ങൾ താളത്തിലല്ല കൈകൊണ്ടുണ്ടാ. ഓക്കെ, ഇതൊന്നും ആരും പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഞാനിത് എങ്ങനെ പാടുന്നത് നിങ്ങൾക്കൊരു സംശയം. ഞാൻ പോയ കോളേജ് സ്കൂളിലൊക്കെ പാടി ഞാനിപ്പോൾ ഇത് അത്യാവശ്യം പഠിച്ച് ഒന്നിട്ട് നന്നായി പാടാം അല്ലേ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. അങ്ങനെ ചന്ദ്രൻ പോലെ നല്ലതാവട്ടെ. അങ്ങനെ ഇനോഗ്രേഷൻ ഏകദേശമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് 2 സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ആദീസ് വ്ളോഗ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു.